വെൽക്കം ടു എവി ടൈൽസ് ആൻഡ് സാനിറ്ററി. മൈ നെയിം ഈസ് അമിത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അൺബോക്സിംഗ് ആണ് ഹാഫ് ഫ്രെയിം സിസ്റ്റം ബൈ ജോൺസൺ. ജോൺസൺ ഇതിന് പേരിട്ടേക്കുന്നത് എലീറ്റ് എന്നാണ്. സോ ദിസ് ഈസ് ജോൺസൺ എലീറ്റ് കൺസീൽഡ് സിസ്റ്റം ഹാഫ് ഫ്രെയിം. സോ ജോൺസൺ എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ്. സാനിറ്ററി വെയർ ഡിവിഷനിൽ എല്ലാവർക്കും ഈ ബ്രാൻഡ് അറിയാം. ഇതിൻ്റെ വിശ്വസ്തത വളരെ കൂടുതലാണ് മാർക്കറ്റിൽ. സോ ഇന്ന് നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്ന ഇതിൻ്റെ ഹാഫ് ഫ്രെയിം സിസ്റ്റമാണ്. ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യും, ഇതിൻ്റെ പാർട്സ് കാണിക്കും, ഇതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളിവിടെ തരുന്നതായിരിക്കും വളരെ കൺസൈസ് ആയിട്ട്. പക്ഷേ നമ്മൾ ഈ എപ്പിസോഡിൽ ജോൺസണിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം അറിയാനുണ്ട്. അതാണ് ഇതിൻ്റെ മാനുഫാക്ചറർ ആണ്. അപ്പോൾ ഇത് ജോൺസൺ ആണ് ഇതിനെ ബ്രാൻഡ് ചെയ്ത്, ജോൺസൺ ആണ് ഇതിനെ മാർക്കറ്റ് ചെയ്ത് സെല് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ട്രൂ. ബട്ട് ഇതിൻ്റെ ഒറിജിനൽ മാനുഫാക്ചറർ സയാംപ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ ലോഗോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സയാംപ് ലോകത്തിലെ ഏറ്റവും വലിയ കൺസീൽഡ് സിസ്റ്റം മാനുഫാക്ചറാണ്. അപ്പം ഇന്ത്യയിൽ കിട്ടുന്ന സെറ, സൊമാനി, ബാത്തെക്സ്, ജോൺസൺ, ഇതേപോലെ ബേസിക്കലി ഗ്രോഹെ, കോളറും ജബ്രിറ്റും ഒഴിച്ച് ബാക്കി എല്ലാ കമ്പനിയുടെയും സാധനം ഈ ഒരൊറ്റ ഫാക്ടറിയിൽ നിന്നാണെന്ന് വരുന്നത്, സയാംപ് എന്ന് പറയുന്ന ഫാക്ടറിയിൽ നിന്ന്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഇതുവരെ നിങ്ങൾക്ക് ഒരു ചാനലിലും ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുവാണ് സയാംപ് എന്ന് പറയുന്ന കമ്പനി. സോ ബേസിക്കലി ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് 90% പ്ലാസ്റ്റിക് പാർട്സ് ആണ്. ബേസിക്കലി ഇതൊരു പ്ലാസ്റ്റിക് പ്രൊഡക്റ്റാണ്. നമ്മളൊരു കസേര ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ ഉണ്ടാക്കുന്ന, പ്ലാസ്റ്റിക്കിൻ്റെ എന്തൊരു ഉപകരണം ഉണ്ടാക്കുന്ന ഒരു ചിലവ്, ഒരു പ്ലാസ്റ്റിക് ടോയ് ഉണ്ടാക്കുന്ന ചിലവ് ഈ പ്രൊഡക്റ്റിന് അത്രയേ ഉള്ളൂ. സോ ഇതിൻ്റെ കോസ്റ്റ് പക്ഷേ വരുന്നത് ഇതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നിന്നാണ്. അതായത് ഇത്രയും ചെറിയ സാധനം പ്ലാസ്റ്റിക്കിനെ എങ്ങനെ മോൾഡ് ചെയ്ത് ഒരു വളരെ ഉപയോഗപ്രദമായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബാത്റൂംസിനകത്ത് സ്പേസ് സേവ് ചെയ്യുന്ന ടൈംലെസ് ആയിട്ടുള്ള ഒരു മെഷീൻ ഉണ്ടാക്കുന്ന ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ കമ്പനീസും ഇത് ചെയ്യാൻ മുമ്പോട്ട് വരത്തില്ല. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്നവർക്ക് വരണമെങ്കിൽ അത് ഹ്യൂജ് വോളിയത്തിൽ സെല് ചെയ്യണം. അതായത് ഒരു മാസം 1000, 2000, 10,000 വിറ്റാൽ പോരാ. ഓരോ മാസവും ലക്ഷക്കണക്കിന് മോഡൽസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറങ്ങിയാലേ ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകത്തുള്ളൂ. സോ അത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അത് ചെയ്യാൻ കരുത്തുള്ള അല്ലെങ്കിൽ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്ന വളരെ കുറച്ച് കമ്പനീസ് ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ളൂ. അതിലൊന്ന് ഡെഫിനറ്റ്ലി ഗ്രോഹയാണ്, അതിലൊന്ന് കോളറാണ്, അതിലൊന്ന് ജബ്രിറ്റ് ആണ്. സോ ജബ്രിറ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ശ്രദ്ധിച്ച് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ജബ്രിറ്റിന്റെ വോളിയൂമിനെക്കാട്ടിലും പല മടങ്ങ് കൂടുതലാണ് സയാംപിന്റെ പ്രൊഡക്ട്സിന്റെ സെയിൽ. പക്ഷേ സയാംപിന്റെ പേരിലല്ല വരുന്നത്. സയാംപ്, ജോൺസൺ, സെറ, സൊമാനി, കെറോവിറ്റ്, എന്ത് കമ്പനി നിങ്ങൾ എടുത്താലും അത് ഗ്രോഹയും കോളറും ജബ്രിറ്റും അല്ലെങ്കിൽ അത് സയാംപാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വോള്യൂം എന്തുമായിരിക്കും. സോ ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യമാണ്. ജബ്രിറ്റ് വളരെ അധികം ആണ് അതിൻ്റെ പ്രൈസ്. നോർമൽ പ്രൊഡക്ട്സിനെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് 20-25% പ്രീമിയമിലാണ് ജബ്രിറ്റിൻ്റെ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. പക്ഷേ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അത്രയും ബുദ്ധിമുട്ടല്ല. വൺസ് പ്രൊഡക്റ്റ് ഒരു പീസ് മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി വർക്കിംഗ് പ്രൊഡക്റ്റ് ആയിരിക്കും. അതിനകത്ത് ഒരിക്കലും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകത്തില്ല. നിങ്ങൾ ജബ്രിറ്റ് എടുത്താലും, നിങ്ങൾ സെറ എടുത്താൽ, സൊമാനി എടുത്തോ, ജോൺസൺ എടുത്തോ, കെറോവിറ്റ് എടുത്തോ, എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇനി വർക്ക് ചെയ്തില്ലെന്ന് വെച്ചോ, കാരണം എല്ലാ പ്രൊഡക്റ്റും കേടാവും. ഈവൻ റോൾസ് റോയ്സിനും സർവീസ് വേണം. അതുകൊണ്ട് സർവീസ് സപ്പോർട്ട് കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി. സർവീസ് സപ്പോർട്ട് കിട്ടിയാൽ ഈ പ്രൊഡക്ട്സ് ലൈഫ് ലോങ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഏതാണ് എടുക്കാൻ പറ്റുന്നത്, ഏറ്റവും നല്ല ഡീലർ, വിശ്വസ്തമായ ഒരു ഡീലറിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്ത് തരുന്നോ അതെല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഹിയർ വി സ്റ്റാർട്ട് വിത്ത് ജോൺസൺ എലീറ്റ്. സോ ലെറ്റ്സ് ഡു ദി അൺബോക്സിംഗ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സയാംപിന്റെ ജോൺസൺ എലീറ്റിന്റെ പേരിൽ മാർക്കറ്റിൽ കാണുന്ന ഹാഫ് ഫ്രെയിം സിസ്റ്റം. സോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് പറയുന്നത് ഇതിന്റെ സ്ലിം നേച്ചറാണ്. ജസ്റ്റ് 4 ഇഞ്ച് മാത്രമേ ഉള്ളൂ. ഗ്രോഹയുടെ ആയാലും ഐ തിങ്ക് ജബ്രിറ്റിന്റെ ആയാലും 5 ഇഞ്ച് തിക്നെസ് വരും. സോ ഇത് അവരെല്ലാം ഈ സ്ലിം ആയിട്ടുള്ള മോഡൽ എക്സ്ട്രാ പ്രീമിയം, അതായത് കുറച്ചുകൂടെ വില കൂട്ടിയാണ് വിൽക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ബേസ് റേറ്റിന് തന്നെ നമുക്ക് സ്ലിം ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഇവിടെ കിട്ടുന്നത്. 4 ഇഞ്ച് വീതിയാണ്. നമ്മൾ കെട്ടും പൂശും ടൈലിങ്ങും എല്ലാം കഴിയുമ്പോൾ ഇത് മാക്സിമം 5 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചിനകത്ത് നമുക്ക് നിർത്താൻ പറ്റും. പിന്നെ സയാംപിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോളറിന് ജബ്രിറ്റ് അല്ലെങ്കിൽ കോളറിനും ജബ്രിറ്റിനും ഇതിന്റെ പുറത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സീൽ അവർക്ക് കാണത്തില്ല. സോ സയാംപ് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പാർട്ടും ഈ ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ഇതിനെ ഫ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നോളജിയാണ്. വളരെ സേഫാണ്. കാരണം അവർ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് അല്ല, അവർ ഉപയോഗിക്കുന്ന മെഷീനറീസും പ്രൊസീജിയേഴ്സും എല്ലാം വേൾഡ് ക്ലാസ് ആണ്. ഇതിൽ നിന്ന് ലീക്കേജ് ഉണ്ടാകുന്ന കംപ്ലയിൻസ് ലക്ഷങ്ങളിൽ ഒന്ന് ഉണ്ടായാലായി. അതും ഉണ്ടായതായിട്ട് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോഴും കപ്ലിങ്ങിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കപ്ലിങ്ങിൽ നിന്നുള്ള ലീക്കേജസ്
അത് ഏത് കമ്പനിയുടെ സാധനത്തിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഞാനിപ്പോൾ ജോൺസൺ റെപ്രസെന്റ് ചെയ്യുക മാത്രമല്ല, ഞാൻ ഇവിടെ ഏതൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ ധൈര്യമായിട്ട് എടുക്കാം. അതിനൊരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ പുറകെ പോയി അതിന് 3000-4000 കൂടുതൽ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. സോ ഹിയർ ജോൺസന്റെ ഹാഫ് ഫ്രെയിം സിസ്റ്റം, ഇതിന്റെ എല്ലാ പാർട്സും ഇതിനകത്ത് തന്നെ വരും. നിങ്ങൾ നോക്കുക എത്ര വെൽ ഡിസൈൻഡ് ആയിട്ടാണ് ഇതിന്റെ പാക്കിംഗ് ചെയ്തേക്കുന്നത്. വളരെ സ്ലിം ആണ്, എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചാണ് ഇതിനകത്ത് പാക്കിംഗ് കൊടുത്തേക്കുന്നത്. സോ ഇവിടെ തന്നെ QR കോഡ് ഉണ്ട് ജോൺസന്റെ. സോ ഇത് നമുക്ക് വാറണ്ടി രജിസ്ട്രേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാറ്റലോഗിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് എല്ലാം ഈ QR കോഡ് ഇവിടുന്ന് തന്നെ യൂസ് ചെയ്യാം. സോ ഒരു പ്ലംബർ ആദ്യമായിട്ടാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്കൊന്നും ചെയ്യേണ്ട, കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടായാൽ മതി. ഈ QR കോഡിനകത്ത് ഇതിന്റെ ഫുൾ പ്രോസസ്സ് ഉണ്ട്, ഇതെങ്ങനെ വൃത്തിയായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഈ പ്രൊഡക്റ്റ് ഇനി ഇന്ത്യയിൽ വിപണിയിലുള്ള 15 ഐറ്റം എടുത്ത് വെച്ചാലും നമ്മൾ ഓൾറെഡി ഇവിടെ ബാത്തക്സ് ചെയ്തു, നമ്മൾ പാരിവെയർ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നു, ഗ്രോഹെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നോക്കിയാലും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായി ഇതെല്ലാ പ്രൊഡക്റ്റും കണ്ടാലും ഒരുപോലെ ഇരിക്കും. സോ കാരണം ഇതിന്റെ ബേസിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓൾറെഡി കഴിഞ്ഞു, ഇതിന് പുതുതായിട്ട് ഒന്നും ചെയ്യാനില്ല. സോ ഹിയർ ഈസ് ജോൺസൺ എലീറ്റ് ഫോർ യു. ഇനി നമ്മൾ കാണേണ്ട ഇതിന്റെ ഫ്ലഷ് പ്ലേറ്റ് ആണ്. സോ ജോൺസന്റെ ഫ്ലഷ് പ്ലേറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ ഇവിടാണ് ജോൺസന്റെ എലീറ്റ്, നിങ്ങൾക്ക് കാണാം ജോൺസൺ എലീറ്റ് പുഷ് പ്ലേറ്റ്. സോ പുഷ് പ്ലേറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി മറ്റ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പുഷ് പ്ലേറ്റ് ജോൺസന്റെ കണ്ടു നോക്കാം. നമുക്ക് ഇതിനകത്ത് വരുന്ന ബേസിക് പുഷ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ്. ജോൺസന്റെ മോണോഗ്രാം ഇവിടെ ഉണ്ട്, എലീറ്റ് എന്നുള്ളതിന്റെ മോണോഗ്രാം ഇവിടെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ക്രോം പ്ലേറ്റിംഗ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഫുൾ ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബട്ടണും സ്മോൾ ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ ബട്ടണും. ബ്യൂട്ടിഫുൾ സ്പ്രിംഗ് ആക്ഷൻ ആണ്, നിങ്ങൾ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ പേഴ്സണലി 2 ടൈപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, 2 ടൈപ്പ് ഉണ്ട് ഇതിനകത്ത് ഫ്ലഷ് പ്ലേറ്റ് ടൈപ്പ്, ഒന്ന് ന്യൂമാറ്റിക്കും ഒന്ന് മെക്കാനിക്കൽ. സോ ഇത് മെക്കാനിക്കൽ ആണ്, മെക്കാനിക്കൽ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഈ സ്ക്രൂസ് വരുന്നത്. സോ ബേസിക്കലി ഈ സ്ക്രൂ ഇവിടെ പുറയിൽ അറ്റാച്ച് ആവും, ഈ ബട്ടൺ നമ്മൾ ഞെക്കുമ്പോൾ ഈ സ്ക്രൂ പുറമോട്ട് പോയി ഒരു ഷട്ടർ തുറക്കും, വെള്ളം വരും. സോ വെരി സിമ്പിൾ ടെക്നീക്ക്, ടൈംലെസ് ടെക്നീക്ക്, ടൈംലെസ് പ്രൊഡക്റ്റ്. എത്ര വർഷം കഴിഞ്ഞാലും ഇതിനകത്ത് ഒരു കംപ്ലൈൻറ്റ് വരാനും സാധ്യതയില്ല. കംപ്ലൈൻറ്റ് വന്നാൽ ജോൺസൺ 24 hours ഇത് അറ്റൻഡ് ചെയ്യുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം. ഇനി വീട് വെക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഷെയറും ചെയ്യണം. കാരണം വേറെ ഒന്നുമല്ല, ഈ മാസം ഞങ്ങളുടെ 5000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ ഒരു മാസമാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ട് വരുന്നുണ്ട്. ലാസ്റ്റ് വീക്ക് ഓഫ് ജൂൺ വി ഹാവ് എ ഗ്രേറ്റ് ഓഫർ ഫോർ യു. അതിൻ്റെ വീഡിയോ റിലീസ് ചെയ്യുന്നുണ്ട്. അത് ആദ്യം കാണണമെങ്കിൽ നിങ്ങൾ ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തണം. വീഡിയോ റിലീസ് ആവുന്ന അപ്പോൾ തന്നെ ആ ഓഫറിൻ്റെ full use നിങ്ങൾ എടുക്കണം. So see you in the next episode with a better product and a better review. Take care and goodbye for now.